നമ്മുടെ നത്തിങ് ഫോൺ 4B എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ ഓൾറെഡി ഇറങ്ങിയത് കണ്ടിട്ടായിരിക്കും. സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, പക്ഷേ വില കൂടിയതിൻ്റെ ഇത് ഓൾമോസ്റ്റ് നമ്മുടെ CMF ഫോണിൻ്റെ ഒരു സക്സസർ എന്ന് വേണമെങ്കിൽ പറയാവുന്ന സാധനമാണ് കേട്ടോ. എന്ന് വെച്ചാൽ CMF ഫോൺ ഇനി വരുന്നുണ്ടാവില്ല, അവർ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സാധനത്തിൻ്റെ സ്പെക്സ് നിങ്ങൾ നോക്കി, കോൾകോം സ്നാപ്ഡ്രാഗൺ Gen 6 Gen 4 ആണ് വരുന്നത്. 8GB റാമൊക്കെയാണ് സ്റ്റാർട്ടിങ്. 6.7 ഇഞ്ചിൻ്റെ സൂപ്പർ അമോൾഡ്. അതിൻ്റെ ചിഹ്നമൊക്കെ നിങ്ങൾക്ക് കാണാം, അതിൻ്റെ ബെസലും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. 50 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയും. നോർമൽ നമ്മുടെ CMFൻ്റെ കഴിഞ്ഞ പോലെ 2 Pro ഇറങ്ങിയെന്നില്ലേ, അതേപോലത്തെ സാധനം തന്നെയാണ്. അതിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 19,900. ഇതിൻ്റെ ലോഞ്ച് പ്രൈസ് വന്നേക്കുന്നത് അവിടെ കാണുന്നുണ്ടോ, 34,999 വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഇന്ന് 2 ദിവസം മുമ്പ് നമ്മുടെ നത്തിങ് ഫോൺ ഈ സാധനം നത്തിങ് ഫോൺ 3ൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. നമുക്ക് 42-40, ഇപ്പോൾ വില കൂടി ആമസോണിൽ 45 ഇത്. ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ്, അപ്പോൾ ഈ സാധനത്തിൻ്റെ വാല്യൂ ഫോർ മണി നിങ്ങൾ നോക്കി നോക്കി. ഇനി ഇറങ്ങാൻ പോണ ഫോണുകളുടെ അവസ്ഥയാണത്. അപ്പോൾ ഫോൺ എടുക്കാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ, ഇതിപ്പോൾ ഓൾറെഡി നമ്മുടെ പ്രൈം ഡേ സെയിൽ കഴിഞ്ഞു ആമസോണിൻ്റെ. ഇത് ആക്ച്വലി നമ്മൾ സെൽ ഔട്ടിന് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ഓൾറെഡി ഒരാൾ ബുക്ക് ചെയ്തിട്ടുണ്ട് നത്തിങ് ഫോൺ 3. അപ്പോൾ ഇതിൻ്റെ അടക്കം പ്രൈസ് ഇത് കൂടി. ഇപ്പോൾ ആമസോണിൽ 45 രൂപ ഉണ്ട്, 3000 ആദ്യം കൂടി. സെയിൽ കഴിഞ്ഞു ആമസോണിൻ്റെ. ഫ്ലിപ്കാർട്ടിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പോൾ പ്ലാൻ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ വാങ്ങിച്ചോട്ടെ. എല്ലാത്തിൻ്റെയും പ്രൈസ് കൂടും, ചുമ്മാ പറയുന്നതല്ല, പ്രൈസ് കൂടും, ഉറപ്പാണ്, ഗ്യാരണ്ടീഡാണ്. 3 ഫേസ് വരെ എല്ലാ ഫോണുകളുടെയും പ്രൈസ് കൂടുന്നതാണ് പറഞ്ഞിരിക്കുന്നത്, ബ്രാൻഡ് അടക്കം. അതായത് ഇപ്പോൾ നത്തിങ് ഓൾറെഡി 1,00,000 പ്രൈസ് കൂട്ടി. ഇനി 2 വട്ടം കൂടി പ്രൈസ് ഇൻക്രീസ് ഫേസിൽ വരും. OnePlusൻ്റെ ഓൾറെഡി 2 എണ്ണം കഴിഞ്ഞു. അപ്പോൾ ഇനി ഒരെണ്ണം കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കൂടി വരുന്നുണ്ട്. ഐഫോൺ ഓൾറെഡി കൂടാൻ പോകുന്നത് 20,000 രൂപയ്ക്കാണ് iPhone 17 കൂടാൻ പോകുന്നത് പറയുന്നത്. ഓൾമോസ്റ്റ് 95 to 98 റേഞ്ചിൽ പ്രൈസ് വരുന്നതാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ നമുക്ക് പ്രൈസ് അറിയാലോ 82,000. അത് ഓൾറെഡി ഒരു വട്ടം 79 ആയിരുന്നു. അത് ഓൾറെഡി 1 ഫേസ് പ്രൈസ് കൂടി. ഇനി കൂടാൻ പോകുന്നത് ഭയങ്കര ഹൈക്കായിട്ടാണ് കൂടാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇനി ഇറങ്ങാൻ പോകുന്ന ഫോണുകളുടെ ഒക്കെ അവസ്ഥ ഇത് തന്നെ ആയിരിക്കും കേട്ടോ. പ്രൈസ് ഇതേപോലത്തെ ഇനി 30,000-35,000 ഫോണിലേക്ക് കിട്ടാൻ പോകുന്ന സ്പെക്സാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ നത്തിങ്ങിൻ്റെ ഫോണിൽ ഈ ഒരു സ്പെക്സാണ് വരുന്നതെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള ഈ ഹൈ ബ്രാൻഡഡ് ആയിട്ടുള്ള സാംസങ്ങിൻ്റെയും ബാക്കിയുള്ള ബ്രാൻഡുകളിലൊക്കെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതാണ് ഞാൻ ഇന്നലെ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ടാബ്ലറ്റ് വാങ്ങിക്കാൻ പ്ലാനുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വാങ്ങിക്കാം. നമ്മൾ ആക്ച്വലി നമ്മുടെ ഈ ഷോമി പാഡ് വിൽക്കാട്ടിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ വില കൂടും കേട്ടോ. ഷോമി പാഡ് എല്ലാം കൂടും, ഉറപ്പാണ്, ഗ്യാരണ്ടി എടുത്ത് പറഞ്ഞുതരാം. അപ്പോൾ ബ്രാൻഡ് തന്നെ ഇപ്പോൾ നമ്മുടെ നിങ്ങൾ ഇടക്കിടയ്ക്ക് ഈ ടെക് ന്യൂസൊക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയേണ്ടായിരിക്കും. അല്ലാത്തവർ ചിലപ്പോൾ ഇങ്ങനെ വന്ന് ചിലക്കും. ഞാൻ ഇപ്പോൾ ഒരു മെസ്സേജ് കണ്ടു, 2-3 ദിവസം മുമ്പ് ഒരു മെസ്സേജ് കണ്ടു, ആരാ പറഞ്ഞാൽ പ്രൈസ് കൂടുന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് വല്ലപ്പോഴും ന്യൂസ് വായിക്കാൻ അങ്ങനത്തെ ആൾക്കാർക്ക് അറിയണ്ടാവുള്ളൂ. അപ്പോൾ ഈ ടെക് ന്യൂസൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയേണ്ടായിരിക്കും. അപ്പോൾ ബ്രാൻഡുകളൊക്കെ ഇതിന് എല്ലാം എന്താ പറയുക, ഒരു നമുക്കൊരു നോട്ടിഫൈ പോലെ അത് പറയില്ലേ, നമുക്ക് ഇൻഡയറക്ട്ലി പറയാമെന്ന് പറയില്ലേ, ആ പോലത്തെ കുറേ സംഭവങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്നത്. എന്ന് വെച്ചാൽ കുറേ പേര് ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ വെയിറ്റ് ഇനി ഫ്ലിപ്കാർട്ടിൻ്റെ നമ്മുടെ സെയിൽസ് വരില്ല, ബിഗ് ബില്യൺ സെയിൽ, അതിലേക്ക് വെയിറ്റ് ചെയ്യണമെന്നൊക്കെ. എന്ന് വെച്ചാൽ ഇപ്പോൾ വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ അതുവരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിഗ് ബില്യൺ സെയിൽസ് വരുമ്പോൾ അത് ഓഫർ കിട്ടിയാൽ പോലും ഈ എന്താ പറയുക, ഇതിൻ്റെ ഇപ്പോഴത്തെ സമയത്തെ പ്രൈസിൽ ചിലപ്പോൾ കിട്ടില്ല നിനക്ക്. അത് അങ്ങനത്തെ അവസ്ഥയിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് നോക്കിയിട്ട് പ്ലാൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങിക്കുക.